ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യഹോഷാഫാത്ത് എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 3-ാം വാക്യം. യഹോഷാഫാത്ത് ഭയപ്പെട്ട് യഹോവയെ അന്വേഷിക്കാൻ തയ്യാറായി. യഹൂദിയരൊക്കെയും ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. ഇന്ന് നാം യഹോഷാഫാത്ത് രാജാവിനെ കണ്ടുമുട്ടുന്നു. അവൻ യഹൂദ രാജാവായ ആസയുടെ മകനായിരുന്നു. യഹൂദിയയിലെ എല്ലാ രാജാക്കന്മാരിലും യഹോഷാഫാത്ത് തൻ്റെ ആഴമായ ഭക്തിയും യഹോവയിലുള്ള വിശ്വാസവും കൊണ്ട് വേറിട്ട് നിന്നു. അവൻ്റെ ഭരണകാലത്ത് യഹൂദയ്ക്കും ഇസ്രായേലിനുമിടയിൽ സമാധാനമുണ്ടായിരുന്നു. യഹോഷാഫാത്ത് എന്ന പേരിൻ്റെ അർത്ഥം കർത്താവ് ന്യായാധിപതി അല്ലെങ്കിൽ ന്യായാധിപതിയായ കർത്താവ് എന്നാണ്. രാജാവായ ഉടനെ അവൻ ആദ്യം ചെയ്തത് ദേശത്തു നിന്ന് വിഗ്രഹങ്ങളും പൂജാഗിരികളും അശേരങ്ങളും നീക്കുക എന്നതായിരുന്നു. കർത്താവിനെക്കുറിച്ച് ജനങ്ങളെ പഠിപ്പിക്കാൻ അവൻ യഹൂദയിലുടനീളം ഉദ്യോഗസ്ഥരെയും പുരോഹിതന്മാരെയും അയച്ചു. ഒരിക്കൽ മോവാബ്യരും അമോന്യരും അവരോടൊപ്പം മറ്റുള്ളവരും യുദ്ധത്തിൽ അവൻ്റെ നേരെ വന്നു. ആ വാർത്ത യഹോഷാഫാത്തിന്റെ ഹൃദയത്തെ നടുക്കി. അവന് വേണ്ടത്ര ആയുധങ്ങളോ പടയാളികളോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൻ കർത്താവിനെ അന്വേഷിക്കാൻ തീരുമാനിച്ചു. യഹൂദയിൽ എല്ലായിടത്തും ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. ജനങ്ങളോടൊപ്പം യഹോഷാഫാത്ത് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവേ, നീ സ്വർഗസ്ഥനായ ദൈവമല്ലോ. നീ ജാതികളുടെയും സകല രാജ്യങ്ങളെയും ഭരിക്കുന്നുവല്ലോ. ആർക്കും എതിർപ്പാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിനക്കുണ്ടല്ലോ എന്ന്. ഇത് 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 6-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. തൻ്റെ പ്രാർത്ഥനയുടെ അവസാനം അവൻ താഴ്മയോട് പറഞ്ഞു, ഞങ്ങളുടെ ദൈവമേ, നീ അവരെ ന്യായം വിധിക്കുകയില്ലയോ? ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തിനെതിരെ ഞങ്ങൾക്ക് ശക്തിയില്ല. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഞങ്ങളുടെ കണ്ണുകൾ നിങ്കലേക്കാണ് എന്ന്. ഇത് 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 12-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. എത്ര താഴ്മ! പ്രാർത്ഥന കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്യുന്നവനാണ് ദൈവം. തൻ്റെ ജനം വിശ്വാസത്തോടെ ഹൃദയം പകരുമ്പോൾ അവൻ പ്രതികരിക്കാതിരിക്കുമോ? അപ്പോൾ യഹോവയുടെ ആത്മാവ് ഒരു പ്രവാചകന്റെ മേൽ വന്നു. അവൻ പ്രഖ്യാപിച്ചു, എല്ലാ യഹൂദ നിവാസികളും യെരുശലേം നിവാസികളും യഹോഷാഫാത്ത് രാജാവെ കേട്ടുകൊള്ളുവീൻ. യഹോവ നിങ്ങളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹൂദിയരൊക്കെയും യെരുശലേം നിവാസികളും യഹോഷാഫാത്ത് രാജാവുമായുള്ളവരെ കേട്ടുകൊള്ളുവീൻ. യഹോവ ഇപ്രകാരം നിങ്ങളോട് അരുളി ചെയ്യുന്നു, ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതാണ് എന്ന്. ഇത് 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 15-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. ജനം പാടാനും സ്തുതിക്കാനും തുടങ്ങിയപ്പോൾ യഹോവ അവരുടെ ശത്രുക്കൾക്കെതിരെ പതിയിരിപ്പുകാരെ സജ്ജമാക്കി. അവർ നശിപ്പിക്കപ്പെടുന്നതുവരെ പരസ്പരം എതിർത്തു നിന്നു. ദൈവമക്കളെ, ഏതെങ്കിലും പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുൻപ് കർത്താവിനോട് അന്വേഷിക്കുകയും അവൻ്റെ വ്യക്തമായ മാർഗനിർദ്ദേശം തേടുകയും ചെയ്യുക. ഒരു കുടുംബമെന്ന നിലയിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും അവനിൽ കാത്തിരിക്കുക. അതാണ് വിജയത്തിലേക്കുള്ള പാത. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 14-ാം വാക്യം. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ യെശയ്യാവ് 59, 60, 61 അധ്യായങ്ങൾ. വൈകുന്നേരം 2 തെസ്സലോനിക്കർ 3-ാം അധ്യായം. ആമേൻ.